ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മദർ ടു സൺ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസുമാണ്. നോക്കാം. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ഫാസ്റ്റ് 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഇസ് ദ സ്പീക്കർ ഇൻ ദ പോം? ഡു യു ഫീൽ ദ പ്രസൻസ് ഓഫ് ദ ലിസണർ? ഹൗ? ആരാണ് നമ്മുടെ ഈ പോമിലെ സ്പീക്കർ? നിങ്ങൾക്കത് കേൾക്കുന്ന ആളെ, നിങ്ങൾക്ക് പ്രസൻസ് അല്ലേ, കേൾക്കുന്ന ആളുടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. ദ സ്പീക്കർ ഇൻ ദ പോം ഈസ് ആൻ അനോണിമസ് മദർ അല്ലേ. നമുക്ക് കാണാൻ പറ്റാത്ത അല്ലേ, ഒരു അനോണിമസ് ആയിട്ടുള്ള അമ്മയാണ്. യെസ്, വി ഫീൽ ദ പ്രസൻസ് ഓഫ് ദ ലിസണർ. നമുക്ക് പ്രസനർ എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യുന്നില്ലേ? ഒരു മകനെ ഇരുന്ന് കേൾക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഷീ അഡ്രസ് ഹർ സൺ സെവറൽ ടൈംസ്. കാരണം എന്തുകൊണ്ടാണ്, ഇടയ്ക്കിടയ്ക്ക് അവർ ആ മകനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പിക്ചറിൽ എങ്ങനെ വരും, ഒരു മകനും ഫീൽ ചെയ്യും അല്ലേ. ദെൻ വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ മീൻ? എന്താണ് ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ അല്ലേ? അതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള യൂസ് ആണ് അല്ലേ. ഈ ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്നത് ഇനി ഒരിക്കലും നിങ്ങൾക്ക് എവിടെ കേട്ടാലും നിങ്ങൾക്ക് മദർ ടു സൺ ഓർമ്മ വരും. കാരണം ആ കവിത തന്നെ മനോഹരമാക്കുന്നത്, ആ കവിതയെ തന്നെ ഒരു മുഖച്ഛായം വേറെ ലെവലിലോട്ട് കൊണ്ടുപോയതും ഈ ഒരു ഒറ്റ ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്ന ഒരു വേർഡാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് ആണ് ചോദിക്കുന്നത്. It means that her journey of life was not smooth, clear, simple. എന്താ ഉദ്ദേശിക്കുന്നത്? നേരെ ഓപ്പോസിറ്റ് ആട്ടോ. അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് അവരുടെ ലൈഫ് എന്തല്ലായിരുന്നു, ക്രിസ്റ്റൽ സ്റ്റെയർ പോലെ സിമ്പിളോ സ്മൂത്തോ ക്ലിയറോ. ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളും ലളിതവും സ്മൂത്തും മനോഹരവുമാണ് അല്ലേ. അതൊന്നും തന്നെ അല്ലായിരുന്നു അവരുടെ ലൈഫ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. Then third one, was life was easy for the narrator? Pick out the evidence from this stanza to support your answer. അല്ലേ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നരേറ്ററുടെ ലൈഫ് വളരെ ഈസി ആയിരുന്നു, സുഖകരമായിരുന്നു? ഐ മീൻ ഇവിടെ സ്പീക്കർ ആട്ടോ ഉദ്ദേശിച്ചത്. ആൻഡ് പിക്ക് ഔട്ട് ദ എവിഡൻസ് ഫ്രം ദിസ് stanza ടു സപ്പോർട്ട് യുവർ ആൻസർ. അല്ലേ, നമ്മുടെ കവിതയിലെ കുറച്ച് വരിയും കൂടെ അങ്ങ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ലൈഫ് വാസ് ഇൻ ഈസി ഫോർ ദ നരേറ്റർ. നരേറ്ററുടെ ലൈഫ് എന്തല്ലായിരുന്നു, വളരെ ഈസി അല്ലായിരുന്നു. ലൈഫ് ഫോർ മീ എയ്റ്റ് ബി നോ ക്രിസ്റ്റൽ സ്റ്റെയർസ്. എന്താണ് അതിനു വേണ്ടി പറഞ്ഞ എക്സാമ്പിൾ? എൻ്റെ ജീവിതം ഒരിക്കലും ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ പോലെ അല്ലായിരുന്നു. ഇറ്റ് ഹാഡ് ടാക്സിൻ. പിന്നെ എങ്ങനെയുള്ള സ്റ്റെയർ ആയിരുന്നു? അത് മുള്ളുകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള, മുള്ളാണികൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള സ്പ്രിൻറ്റേഴ്സ് അല്ലേ, ചീറ്റുകൾ കൊണ്ട്, ഇങ്ങനെ മരച്ചില്ലുകളോ അല്ലെങ്കിൽ കുപ്പിച്ചില്ലുകളോ ഒക്കെ നിറഞ്ഞു പോലെയുള്ള മെറ്റൽ തിങ്സിൻ്റെ എന്തിൻ്റെങ്കിലുമൊക്കെ ചീള് പോലത്തെ ഒന്നായിരുന്നു. ആൻഡ് ബോഡി ടു ടോറപ്പ് അല്ലേ, കീറി പറഞ്ഞ് വലിഞ്ഞു കയറിയ മരപ്പലകൾ, മരത്തടികൾ പോലെ. ആൻഡ് ദ പ്ലേസസ് വിത്ത് നോ കാർപ്പറ്റ് ഓൺ ദ ഫ്ലോർ അല്ലേ, അതേപോലെ തന്നെ ഫ്ലോറിൽ എന്തായിരുന്നു, ഒരു കാർപ്പറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ബെയർ, മൊത്തത്തിൽ ശൂന്യമായിരുന്നു. Then fourth one, the first stanza ends with the word bear. What does the speaker mean by the word bear? അല്ലേ, bear എന്ന് പറയുന്ന ഒരു വേർഡ് അതിൽ പറഞ്ഞ ഒറ്റ ലൈനിൽ അങ്ങ് കൊടുത്തു. എന്താണ് സ്പീക്കർ ഉദ്ദേശിച്ചത്? bear means with a very little furnishings or rough realities of life അല്ലേ. bear means ഇവിടെ empty എന്നൊരു മീനിങ് ആട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ശരിക്കും കൊടുക്കാം. bear means here empty. empty പറഞ്ഞാൽ എന്താ? ശൂന്യം അല്ലേ. എംറ്റി അല്ലേ, ശൂന്യം അല്ലേ. ഐ മീൻ വെരി ലിറ്റിൽ ഫർണിഷിങ്സ് അല്ലേ. എന്തായിരുന്നു? ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവരുടെ വീട്ടിൽ അവർക്കൊന്നും ഇല്ലായിരുന്നു. അതുപോലെ കഴിക്കാനൊന്നും ഇല്ലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ, വസ്ത്രം, വിദ്യാഭ്യാസം, ജോലി, പണം ഒന്നും തന്നെ അവർക്കുണ്ടായിരുന്നില്ല. ഓർ റഫ് റിയാലിറ്റീസ് ഓഫ് ലൈഫ്. അവരുടെ ജീവിതത്തിൻ്റെ വളരെ റഫായിട്ടുള്ള, ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു ജീവിത റിയാലിറ്റീസാണ് അതിലൂടെ പറയുന്നത് കേട്ടോ. When life becomes challenging, does the speaker give us how do you know? അല്ലേ, ജീവിതം ഒരു ചലഞ്ചിങ് ആയപ്പോൾ എങ്ങനെയാണ് സ്പീക്കർ അദ്ദേഹം അതിൽ നിന്നും പിന്തിരിഞ്ഞു പോന്നു? ഇല്ല അല്ലേ. ഹൗ ഡു യു നോ? എങ്ങനെയാണെന്നാണ് ചോദ്യം. നോ, വെൻ ലൈഫ് ബിക്കംസ് ചാലഞ്ചിങ് ദ സ്പീക്കർ നെവർ ഗിവ് അപ്പ്. ഷി ഹാസ് ബീൻ ക്ലൈംബിങ് ഓൺ ആൻഡ് റീച്ചിങ് ദ ലാൻഡിങ്സ് അല്ലേ മക്കളെ. അങ്ങനെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു ചലഞ്ചസുകളും കാര്യങ്ങളും വന്നപ്പോൾ നമ്മുടെ സ്പീക്കർ ഒരിക്കലും എന്ത് ചെയ്തില്ല, ഗിവ് അപ്പ് ചെയ്തില്ല, ഉപേക്ഷിച്ചില്ല. പകരം എന്ത് ചെയ്തു? ക്ലൈംബിങ്, വീണ്ടും വീണ്ടും അല്ലേ, ക്ലൈംബ് ചെയ്ത് ബുദ്ധിമുട്ടി പിടിച്ച് കയറി ഇടയ്ക്കിടയ്ക്ക് ലാൻഡിങ്സിലൊക്കെ അവരെത്തി. വാട്ട് ഡു ദ ഫ്രേസസ് ടേണിങ് കോർണർ, സെറ്റ് ഡൗൺ ദ സ്റ്റെപ്പ് മീൻസ് അല്ലേ. ടേണിങ് കോർണർ, ഇടയ്ക്ക് കോർണറിലോട്ട് തിരിയും, കോർണറിൽ എത്തിപ്പെടും അല്ലേ. ആൻഡ് ദ സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്പ്, സ്റ്റെപ്പിൽ നിന്നും സെറ്റ് ഓൺ ചെയ്യും, അവിടെ ഇരിക്കും എന്നൊരർത്ഥത്തിൽ കേട്ടോ. നോക്കാം.
ടേണിംഗ് കോർണേഴ്സ് റെപ്രസെന്റ് മൊമെന്റ്സ് വെൻ ലൈഫ് ടേക്സ് എ ഡിഫറെൻറ്റ് അല്ലേ. അവരുടെ ലൈഫിൽ ഒരേപോലെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോവില്ലായിരുന്നു. ചില സമയത്ത് ഭയങ്കര സ്ട്രഗിളിങ് അങ്ങോട്ട് അല്ലേ. അപ്പം ചില ലൈഫ് അങ്ങനെ പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കും. ലൈഫിൽ പല കാര്യങ്ങളും ടേൺ ചെയ്യും. അങ്ങനെ ലൈഫിൽ നമ്മൾ ഡിഫറെൻറ്റ് ടേണിലൂടെ ചില സമയത്ത് അങ്ങനെ അവരുടെ ലൈഫ് പല ടേണിലൂടെയും അവർക്ക് തിരിയേണ്ടി വന്നിട്ടുണ്ട്. സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്പ് സജസ്റ്റ് ദാറ്റ് ഹി കുഡ് നോട്ട് ഗീവ് അപ്പ് ഈവൻ ഇഫ് ഹി ഫൈൻഡ് ലൈഫ് ഡിഫിക്കൽട്ട്. എന്താണ്, ജീവിതം വളരെ ഡിഫിക്കൽട്ടായിട്ട് അവർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ പോലും അവർ ജീവിതം ക്വിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ഹി ഹാസ് ടു ഫേസ് എ ചാലഞ്ച് റെഫർ ടു ഹിയർ അല്ലേ. മറ്റൊരു സൈഡിൽ പറയുകയാണെങ്കിൽ അവർ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. Then 7, when the speaker speaks of the dark times, what does the poet refer to here? Answer the poet refer to here. Speaker speak of the dark times എന്ന് പറയുന്നൊരു വേർഡ് അതിൽ ഉപയോഗിക്കുന്ന ഇരുണ്ട ദിവസങ്ങൾ അല്ലെങ്കിൽ ഇരുണ്ട സമയം എന്നൊക്കെ ഉദ്ദേശിച്ച് എന്താണ്? ഡാർക്ക് ടൈംസ് റെഫേഴ്സ് ദ ഡെസ്പറേറ്റ് ആൻഡ് മിസറബിൾ ലിവിങ് കണ്ടീഷൻ ഓഫ് ദ ടൈം ഓഫ് ദർ സ്ലേവറി അല്ലേ. അവരുടെ ദുരന്തത്തിൻ്റെ സ്ലേവറി എന്ന് പറഞ്ഞാൽ അടിമത്തം അല്ലേ. അവരുടെ അടിമത്തവും ദുരന്തവും നിറഞ്ഞ ജീവിതത്തിൻ്റെ വളരെ ദുരിതം പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം, നിരാശജനകമായിട്ടുള്ള ആ ഒരു ഭാഗത്തെയാണ് ഡാർക്ക് ടൈംസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വാട്ട് advice does the speaker give? Pick out the relevant lines from the poem അല്ലേ. എന്ത് അഡ്വൈസ് ആണ് നമ്മുടെ സ്പീക്കർ കൊടുത്തിട്ടുള്ളത്? അതിൽ നിന്നും എന്ത് ചെയ്യുക, കുറച്ച് ചാപ്റ്ററിൽ നിന്നും പോമിൽ നിന്നും കുറച്ച് ലൈൻസും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഷീ അഡ്വൈസസ് ഹെർ സൺ നെവർ ടു ഗീവ് അപ്പ്. ആ മകന് എന്ത് അഡ്വൈസാണ് കൊടുക്കുന്നത്? ഒരിക്കലും നീ എന്ത് ചെയ്യരുത്, ഗിവ് അപ്പ് ചെയ്യരുത് അല്ലേ, പിൻവാങ്ങി പോകരുത്. ഓക്കെ, എന്ത്, നെവർ ടേൺ ബാക്ക് ആൻഡ് കീപ് ഓൺ മൂവിങ്. ഒരിക്കലും നീ പിന്തിരിഞ്ഞ് വരരുത്, ഒരിക്കലും നീ ഉപേക്ഷിക്കരുത് ശ്രമങ്ങളെ. നീ എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. സോ ബോയ് ഡോണ്ട് യു ടേൺ ബാക്ക്, ഡോണ്ട് യു സെറ്റ് ഡൗൺ ദ സ്റ്റെപ്പ്, ഡോണ്ട് യു ഫോൾ നൗ. ഈ ലൈനുകളൊക്കെയാണ് കേട്ടോ അതിൽ ആ ഒരു അഡ്വൈസ് വരുന്ന രീതിയിൽ വരുന്നത്. വിത്ത് വാട്ട് മെസ്സേജ് ഡസ് എ പോം എൻഡ്? എന്ത് മെസ്സേജ് തന്നിട്ടാണ് ഈ പോം അവസാനിക്കുന്നത്? ലൈഫ് ഈസ് ഇൻ ദ ബെഡ് ഓഫ് ദ റോസസ് അല്ലേ. മുള്ളുകൾ അല്ല, റോസാപ്പൂക്കൾ നിറച്ച ഒരു ബെഡൊന്നല്ല ജീവിതം. സോ ഫേസ് ഇറ്റ് ബ്രേവ്ലി. ജീവിതം എങ്ങനെ ഫേസ് ചെയ്യണം? അതുകൊണ്ട് തന്നെ ലൈഫിനെ വളരെ ധീരതയോട് കൂടിയിട്ട് ഫേസ് ചെയ്യുക, ധൈര്യപൂർവ്വം ഫേസ് ചെയ്യുക. ദ പോയിറ്റ് വിഷ് ടു ഇമ്പോർട്ട് ദ മെസ്സേജ് ദാറ്റ് വൺ ഹാസ് ടു ഡിസ്പ്ലേ സ്റ്റഡി പെർസിസ്റ്റൻസ് ടു ഗോ അപ്പ് ദ സ്റ്റെയർ വേ ഓഫ് ദ ലൈഫ് അല്ലേ. ജീവിതത്തിൻ്റെ സ്റ്റെപ്പുകളിലൂടെ കയറി പോകുമ്പോൾ എന്ത് വേണം? സ്ഥിരത വേണം അല്ലേ. വളരെ ഊർജ്ജസ്വലയോട് കൂടിയിട്ടുള്ള എന്ത് വേണം? പെർസിസ്റ്റൻസ് വേണം അല്ലേ. പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്ഥിര മനോഭാവം വേണം അല്ലേ. ഒരിക്കലും എന്ത് പിന്തിരിയാൻ പാടില്ല കേട്ടോ. ആൻഡ് ഡോണ്ട് എവർ തിങ്ക് ഓഫ് ഗിവ് അപ്പ് ഈവൻ ഇഫ് ദ ഒബ്സ്റ്റാക്കിൾസ് ആർ ഹാർഷ് അല്ലേ. നമ്മുടെ മുമ്പിൽ വരുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വളരെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ഗിവ് അപ്പ് ചെയ്യരുത്. ലൈഫ് ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാനുള്ളതല്ല കേട്ടോ. ആൻഡ് മൂവ് ഓൺ വിത്ത് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ. ധീരതയോട് കൂടിയിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ, തീരുമാനത്തോട് കൂടിയിട്ടും നിങ്ങൾ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോവുക. Let's revisit. Read the poem again and answer the questions choosing the most appropriate answer from the option given. ഇതാകുമ്പോൾ നമുക്ക് സുഖാരം മക്കളെ. ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എവിടുന്നെങ്കിലുമൊക്കെ ആൻസർ കണ്ടുപിടിക്കും. നോക്കാം. ഇൻ ദ ഫസ്റ്റ് 7 ലൈൻസ്, ആദ്യത്തെ 7 വരികളിലായിട്ട് സ്റ്റെയർ വേ വിത്ത് ടാക്സ് ഇറ്റ് ആൻഡ് ദ സ്പ്രിൻറ്റേഴ്സ് ഇസ് ബീങ് കമ്പയർഡ് ടു അല്ലേ. അതിൽ സ്റ്റെയർ വേ ടാക്സ് ആയിട്ടും സ്പ്രിൻറ്റേഴ്സ് ആയിട്ടും കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ. എന്തിനെയാണ് കമ്പയർ ചെയ്യണമെന്നാണ് ചോദ്യം. എന്താണ്? അവരുടെ ജീവിതത്തെയാണ് കേട്ടോ. നമുക്ക് മറ്റു ഓപ്ഷൻസ് തെറ്റാണ് പറയുന്നില്ല. ഡി ആണ് അതിൽ കറക്റ്റ് ആൻസർ. ലൈഫ് അല്ലേ. ജീവിതമാകുന്ന ബുദ്ധിമുട്ടേറിയ, ദുരിതം പേറിയ, പ്രയാസങ്ങളേറിയ, തടസ്സങ്ങളേറിയ അവരുടെ ലൈഫിനെയാണ് അവർ ഈ സ്റ്റാക്സ് ആയിട്ടും സ്പ്രിൻറ്റേഴ്സ് ആയിട്ടും ഒക്കെ കമ്പയർ ചെയ്തിട്ടുള്ളത്. Second one, in this poem, boards with the tacks and splinters and the boards torn up are symbols for അല്ലേ. എന്താണ് ഇതിൽ ഈ ഒരു പോമിൽ അവർ പറയുന്നുണ്ട്? ബോർഡ്സ് വിത്ത് ടാക്സ് ആൻഡ് സ്പ്ലിൻറ്റേഴ്സ് ആൻഡ് ദ ബോർഡ്സ് ടോൺ അപ്പ് എന്ന് പറയുന്നുണ്ട് അല്ലേ. വലിച്ചു കീറിയ കീറിപ്പൊളിഞ്ഞ മരത്തകൾ, അതുപോലെ തന്നെ സ്റ്റാക്സ് ആൻഡ് സ്പ്ലിൻറ്റേഴ്സ് വിത്ത് ബോർഡ്സ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് എന്തിൻ്റെ സിമ്പിളാണെന്ന് പറയുന്നത്? ആൻസർ ബി ആണ്. എ ലൈഫ് വിത്ത് മെനി ഡിഫിക്കൽട്ടീസ് ആൻഡ് ചാലഞ്ചസ് അല്ലേ. ഒരുപാട് ബുദ്ധിമുട്ടുകളും ഡിഫിക്കൽട്ടുകളും പ്രയാസങ്ങളും ഏറിയ ജീവിതത്തെയാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. Then third one, what does reaching landing symbolize the life? Let's symbolize the mother's life.
നോക്കാം. റീച്ചിങ് ലാൻഡിങ് സിംബലൈസ് ഇൻ ദ മദേഴ്സ് ലൈഫ് അല്ലേ. റീച്ചിങ് ലാൻഡിങ്സ് ഈ മദറിൻ്റെ ലൈഫായിട്ട് എങ്ങനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? കമ്പാഷനേറ്റ് ഫോഴ്സസ് ഇൻ ഹർ ലൈഫ് അല്ലേ. എന്താണ്, വളരെയധികം നിർബന്ധിക്കപ്പെട്ടിട്ട് വളരെയധികം പൊരുതിയിട്ടുള്ള അവരുടെ ജീവിത രീതിയുണ്ട് അല്ലേ. അതിനെയാണ് ഈ റീച്ചിങ് ലാൻഡിങ്സ് എന്ന് പറയുന്നത് അല്ലേ. അവസാനം അവർ പൊരുതിയിട്ട് അവർ ചില പ്ലേസുകളിൽ അവരെന്ത് ചെയ്യും, എത്തിപ്പെടും. ഇടയ്ക്കൊടുക്കുക അവർക്കൊരു നിൽക്കാൻ കിട്ടുക പറഞ്ഞാൽ എന്താണ്, ലാൻഡിങ്സിൽ എത്തിച്ചേരുക. ഓക്കെ. Why do you think the word bear is used in the poem? പോമിൽ bear എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ചോദ്യം. To emphasize how difficult and bare of luxurious life mother life had been അല്ലേ. എത്രത്തോളം ശൂന്യമായിട്ടുള്ള ബുദ്ധിമുട്ടേറിയിട്ടുള്ള ജീവിതമായിരുന്നു അമ്മ നയിച്ചിരുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് bear എന്ന് പറയുന്ന വേർഡ് ഈ ഒരു കവിതയിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. Which of the following is the most suitable meaning for the turning corner in the poem? അല്ലേ. ടേണിങ് കോർണർ എന്ന് പറയുന്നുണ്ട് അല്ലേ. അതിന് എക്സ്പ്ലനേഷൻ, അതിന് പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മീനിങ് എന്താണെന്നാണ് കേട്ടോ. ഫേസസ് ഇൻ ഹർ ലൈഫ് വെർ ഷീ ട്രൈ ടു സോൾവ് പ്രോബ്ലംസ് ഇൻ ഹർ അല്ലേ. ചില സമയത്ത് അവൾ ലൈഫിൽ ചില പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, അതിനെ സ്വയം കഷ്ടപ്പെട്ട് അതിനെ ഫേസ് ചെയ്ത് അതിന് സ്വയം കഷ്ടപ്പെട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തും അല്ലേ. അത് ടേണിങ് ലൈഫാണ് അല്ലേ. വീണ്ടും ഇങ്ങനെ പോകുമ്പോൾ അടുത്ത മൂല്യം വരും. ഐ മീൻ അടുത്ത ലൈഫിൽ അടുത്ത പ്രോബ്ലം വരുമ്പോൾ അടുത്തൊരു സൊല്യൂഷൻ കണ്ടെത്താം. അതിനാണ് ഇവർ ടേണിങ് കോർണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോം? എന്താണ് മക്കളെ? ഡോണ്ട് ഗിവ് അപ്പ്, റീച്ച് ഔട്ട് ടു ദ ഗോൾസ് യു ഹാവ് സെറ്റ് ഫോർ യുവർ സെൽഫ്. എന്താണ്? ഒരിക്കലും നിങ്ങൾ പിന്തിരിയരുത്, ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങൾ ആഗ്രഹിച്ച് വെച്ചിരിക്കുന്ന ലക്ഷ്യമുണ്ടല്ലോ, നിങ്ങൾ സ്വപ്നം കണ്ട ലക്ഷ്യം നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ സെറ്റാക്കി നിങ്ങൾ ഉയർന്നു വരുമ്പോൾ അവിടെ ആവണമെന്ന് വിചാരിച്ച് ആഗ്രഹിച്ച ആ സ്വപ്നമുണ്ടല്ലോ, അതിൻ്റെ പിറകെ തന്നെ പോവുക. ഒരിക്കലും എന്ത് ചെയ്യരുത്, ലൈഫ് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. The crystal stairs is a metaphor used in the poem. Why do you think Hoaxes refers to stairway the crystal? എന്തുകൊണ്ടാണ് ഈ ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്ന ഒരു മെറ്റാഫർ ഇവിടെ ഹോക്സ് യൂസ് ചെയ്തത് എന്നാണ് ചോദ്യം. നോക്കാം. ക്രിസ്റ്റൽസ് ആർ ബ്യൂട്ടിഫുൾ ബട്ട് ദേ ആർ ഓൾസോ ഫ്രാഗിൾ ആൻഡ് ദ സ്ലിപ്പറി അല്ലേ. സ്ലിപ്പേഴ്സ് എന്താണ്, വളരെ യൂസ്ഫുൾ ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ അതെന്താണ്, പെട്ടെന്നില്ലേ എന്താ പറയുക, ഉറപ്പില്ലാത്തതാണ്. അതേപോലെ തന്നെ എന്താണ്, സ്ലിപ്പറിയുമാണ്. ഉറപ്പുമില്ല, അതേപോലെ തന്നെ എന്താണ്, സ്ലിപ്പറിയുമാണ് എന്നാണ് പറയുന്നത്. നമ്മൾ ക്രിസ്റ്റലിൻ്റെ നമ്മൾ ചില്ലിൻ്റെ ഒരു പാലം ഓർത്തോക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ അതിന് അത്ര വലിയ ഉറപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, സ്ട്രോങ് ഉണ്ടാവില്ല, അതുപോലെ സ്ലിപ്പറിയോ ആയിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. Why is stairway used as an appropriate metaphor to describe the wisdom of mother trying to impart of her son? അല്ലേ. എന്തുകൊണ്ടാണ് ഇവിടെ സ്റ്റെയർവേ ഒരു മെറ്റാഫറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്? മദർ ടു ട്രൈ ടു ഇമ്പാർട്ട് ടു ഹർ സൺ അല്ലേ. അമ്മക്ക് മകൻ പറഞ്ഞു കൊടുക്കാൻ, അമ്മയുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റെയർവേ രീതിയിൽ അവർ അതിനെ യൂസ് ചെയ്തത്? One requires steady persistence to go up and down a stairway അല്ലേ. കാരണം എന്താണ്, ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ജീവിതം എന്താണ്, ഒരു സ്റ്റെപ്പ് കയറലാണ്. ചില ആളുകൾ ആ സ്റ്റെപ്പ് മുകളിലോട്ട് കയറും, ചില ആളുകൾ കുറച്ച് കഴിയുമ്പോൾ സ്റ്റെപ്പ് കയറാൻ പറ്റാതെ പതുക്കെ അവിടെ നിൽക്കും, പിന്നെയും വീണ്ടും കയറിപ്പോവും. ചില ആളുകൾ പകുതി വഴിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും, ആ സ്റ്റെപ്പിൽ നിന്നും ഇറങ്ങിപ്പോരും. അങ്ങനെ ഒരു കയറ്റവും ഇറക്കവുമാണ് എന്തെന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്, വളരെ പെർസിസ്റ്റൻസ് ആയിട്ട് ഒരു സ്ഥിരോത്സാഹത്തോടു കൂടി സ്ട്രോങ് ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് നീ മുകളിലോട്ട് കയറി പോവുക, ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്, ഒരിക്കലും നീ താഴോട്ട് ഫോൾഡ് ഡൗൺ ചെയ്യരുത് എന്നാണ് ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ അമ്മ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വാട്ട് ഇസ് ദ മോസ്റ്റ് ലൈക്ലി ഏജ് ഓഫ് ദ സൺ? സണ്ണിൻ്റെ ഏജ് എത്രയായിരിക്കും ഏകദേശം? എന്താ മക്കളെ, ടീനേജ് ആണ് കേട്ടോ. Then the language used in the poem pertaining to the particular culture and geography ഏരിയ ഈസ് നോൺ ആസ് അല്ലേ. ഈ ഒരു ലാംഗ്വേജ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലാംഗ്വേജ് അത് ഏതാണെന്നാണ്, അതാണ് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡയലക്റ്റ് ആണ് കേട്ടോ. അതെന്താണ് ഈ ഡയലക്റ്റ് യൂസ് ചെയ്യാൻ കാരണം? അതൊരു പ്രാദേശിക ഭാഷയാണ് കേട്ടോ. ചില ആളുകളുടെ സംസ്കാരവും ചില ആളുകൾ ജനിച്ച ഏരിയ, ആ ഭാഗത്തെ ആളുകളുടെ മതവും റിലേറ്റീവും, അങ്ങനെ മൊത്തത്തിൽ ചില ആളുകൾ ചില നാട്ടിലുണ്ടല്ലോ, നമ്മുടെ കേരളത്തിൽ തന്നെ 14 ജില്ലകളിലുള്ള ഒരു 14 ഭാഷ രീതി, ഇതൊക്കെ മലയാളമാണ്, പക്ഷെ എന്താ ആ ഒരു പ്രാദേശിക ഭാഷയുടെ ഒരു ഇതുണ്ടാവും അല്ലേ. അപ്പോൾ അതേപോലെ അവരുടെ നാട്ടിൽ അവർ യൂസ് ചെയ്തിരുന്ന ഒരു പ്രാദേശിക ഭാഷയാണ് ഈ ഒരു കവിതയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ആക്ടിവിറ്റി 1,
The metaphor lie for me, the Ainbino crystal stair is an extended metaphor seen throughout the poem. And do you think the poem can convey the right idea without this metaphor? അല്ലേ മക്കളെ, ഈ ഒരു പോമിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റാഫർ എന്ന് പറയുന്ന ക്രിസ്റ്റൽ സ്റ്റെയർ ആണല്ലോ അല്ലേ. അതെങ്ങനെയാണ് എക്സ്റ്റെൻഡ് അല്ലെ, നമ്മൾ തുടക്കത്തിൽ കാണുന്ന ഈ ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്ന കമ്പാരിസൺ ലാസ്റ്റ് വരെ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഈ മെസ്സേജ് നമുക്ക് കൺവേ ചെയ്യുന്നതിന് സഹായിച്ചു, എങ്ങനെയാന്നൊക്കെയാണ് ചോദ്യം. It is the use of this metaphor that makes the poem so attractive and clear. അല്ലേ, ഈ ഒരു പോമിനെ വളരെ മനോഹരവും അതുപോലെ ക്ലിയറും ആക്കി മാറ്റിയിട്ടുണ്ട് ഈ ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തുകൊണ്ട്. The mother compares her life to an old staircase which is torn up bare with the splendors. അല്ലേ, അമ്മയുടെ ജീവിതം എങ്ങനെയുള്ള സ്റ്റെയർകേഴ്സ് ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? കീറി പറഞ്ഞ ശൂന്യമായിട്ടുള്ള നല്ല ചില്ലുകളൊക്കെ അല്ലേ, കുപ്പിച്ചില്ലുകളെ പോലെയുള്ള ഷാർപ്പായിട്ടുള്ള ഇതൊക്കെ കൊണ്ടുള്ള ഒരു സ്റ്റെയർകേസ് ആയിരുന്നു അവരുടെ ജീവിതം. The image comes more touching when she compares a perfect life to crystal stair which is smooth, clear, easy to climb. അല്ലേ, അത് ആ ഒരു ഇമേജ് പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മറ്റേ ഇമേജ് കിട്ടും. അവരുടെ ലൈഫ് ക്രിസ്റ്റൽ സ്റ്റെയർ പോലെ സ്മൂത്തോ ക്ലൈംബ് ചെയ്യാനോ ക്ലിയറോ ഒന്നുമല്ലാത്ത ലൈഫായിരുന്നു, അങ്ങനത്തെ സ്റ്റെയർ ആയിരുന്നു അവരിൽ നിന്നുള്ളത്. ഈ ക്രിസ്റ്റൽ സ്റ്റെയർ പറയുമ്പോൾ നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. The expression climbing on, reaching landings, turning corners all are connected with the stairs and therefore with the stairs of life. അല്ലേ, ഇതെല്ലാം സ്റ്റെയർ അല്ലേ, ക്ലൈംബ് ചെയ്യുന്നത് സ്റ്റെയറിലൂടെയാണ്, റീച്ചിങ് ലാൻഡ്സ് അതുപോലെ ടേണിങ് കോർണർ തിരിയുക, ഇതെല്ലാം ഈ ഒരു സ്റ്റെയറായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. മൊത്തത്തിൽ ഇവരുടെ ലൈഫിൻ്റെ സ്റ്റെയറിനെ കുറിച്ചാണ് ഇവർ ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. Then activity 2. What literary elements does Langston Hughes use to convey the message in the poem Mother to Son? Consider the following. What is the relevance of the metaphor crystal stair? അല്ലേ, അതാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഇത് തന്നെയല്ലേ ഇപ്പം അപ്പുറത്തും ചോദിച്ചത് അല്ലേ മക്കളെ? എന്താണ് ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്ന മെറ്റാഫറിൻ്റെ ഇതിൽ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ ഒരു പോമിൽ ഈ ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ പഠിക്കാതെ എക്സാമിന് പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഈ പോമിൽ എന്തെങ്കിലും പഠിക്കണോ അത് ക്രിസ്റ്റൽ സ്റ്റെയർ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് മക്കളെ ക്രിസ്റ്റൽ സ്റ്റെയർ ആയിട്ടുള്ള മെറ്റാഫറിൻ്റെ ഒരു റെലവൻസ് നോക്കാം അല്ലേ. This metaphor helps us to have a very clear picture of the miserable life of the mother. This miserable help us to have a very clear picture of the miserable life of the mother. അമ്മയുടെ മിസറബിൾ ലൈഫിലെ വളരെ ദുരിതം ജീവിച്ച ജീവിതത്തിൻ്റെ ഒരു ക്ലിയർ പിക്ചർ ഈ ഒരു മെറ്റാഫറിൽ നമുക്ക് തരുന്നുണ്ട്. The mother in the poem uses a stairway metaphor to represent her life. അല്ലേ, ഇവിടെ അമ്മ ഈ ഒരു സ്റ്റെയർവേ ആണ് അവരുടെ ജീവിതത്തെ റെപ്രസെൻ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഷീ സ്റ്റെൽസ് ലൈഫ് ഇസ് ഫോർ മേ എ നോ ക്രിസ്റ്റൽ സ്റ്റെയർ. അവരുടെ ജീവിതം ക്രിസ്റ്റൽ സ്റ്റെയർ പോലെ അല്ലായിരുന്നു. എ ക്രിസ്റ്റൽ സ്റ്റെയർ റെപ്രസെൻറ്റ് ആൻഡ് ഇമാജിനറി പാത്ത് ഓഫ് ദ ഈസ് ആൻഡ് ക്രിസ്റ്റൽ മേക്സ് ദ ക്ലൈംബ് സ്മൂത്ത് ആൻഡ് കംഫർട്ടബിൾ. ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വളരെ സ്മൂത്തായിട്ട് കയറി പോകാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള എന്താണ് ഒന്നാണ് ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്നത്. പക്ഷേ അമ്മയുടെ ക്രിസ്റ്റൽ സ്റ്റെയർ അപ്പം നേരെ ഓപ്പോസിറ്റാണ്. അതുപോലെ അല്ല എന്ന് പറയുമ്പോൾ അമ്മയുടെ ജീവിതം അങ്ങനെ സ്മൂത്ത് അല്ല, കംഫർട്ടബിൾ അല്ല, വളരെ ഈസി അല്ലായിരുന്നു, വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. ദ സ്റ്റെയർ ദിസ് മദർ അസൻഡ് ഹാഡ് ഡിഫിക്കൽട്ടി ടാക്സ് ആൻഡ് സ്പിൻഡേഴ്സ്. അല്ലേ, അപ്പം അമ്മയ്ക്ക് ഉണ്ടായിരുന്ന സ്റ്റെയർ എങ്ങനത്തെ സ്റ്റെയർ ആയിരുന്നു? ഈ പറഞ്ഞ ടാക്സും സ്പിൻഡേഴ്സും ഒക്കെ നിറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏറിയിട്ടുള്ള ഒരു സ്റ്റെയർ ആയിരുന്നു. Then second one, അത് ആ ആക്ടിവിറ്റിയിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആട്ടോ. വൈ ഡസ് ദ പോയറ്റ് യൂസ് ദ ആഫ്രോ അമേരിക്കൻ ഡയലക്ട് ഇൻ ദ പോം? ഡയലക്ട് ഈസ് എ ഫോം ഓഫ് ലാംഗ്വേജ് ദാറ്റ് ഈസ് സ്പോക്കൺ ഇൻ വൺ ഏരിയ വിത്ത് ഗ്രാമർ, വേർഡ്സ്, പ്രൊണൗൺസിയേഷൻ ദാറ്റ് മേ ബി ഡിഫറെൻറ്റ് ഫ്രം അതർ ഫോം ഓഫ് ദ സെയിം ലാംഗ്വേജ്. അല്ലേ, ഈ ഡയലക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാമറും വേർഡ്സും പ്രൊണൗൺസിയേഷനും ഒക്കെ വന്നിട്ടുള്ള ഒരു നാട്ടിലെ ഒരു പ്രാദേശിക ഭാഷയായിരിക്കും. ഡിഫറെൻറ്റ് ഫ്രം അതർ സെയിം ലാംഗ്വേജ്. ഈ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നൊക്കെ വളരെ മറ്റ് മോഡേൺ ആ സെയിം ഭാഷയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും അവരുടേത്. ഡസ് ഡയലക്ട് ഗിവൻ യു ആർ ക്ലൂഡ് ആർ ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ സ്പീക്കർ ഇൻ ദ പോം. അല്ലേ, ഈ ഡയലക്ട്സ് ഇതിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സ്പീക്കറുടെ സോഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഡയലക്ട്സ് ഇതിൽ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, അത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ദ മദർ ആൻഡ് സൺ ആർ ആഫ്രോ അമേരിക്കൻ. ഇതിൽ അമ്മയും മകനും ആഫ്രോ അമേരിക്കൻ ആണ്. സോ ദ പോയറ്റ് യൂസസ് ദ ഡയലക്ട്. അല്ലേ, അപ്പോൾ നമുക്ക് ആഫ്രോ അമേരിക്കൻ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയറ്റ് ആ ഒരു ഡയലക്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രം ദ ഡയലക്ട് വി
അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ മദേഴ്സ് ആർ ഇല്ലിറ്റ്. അത് മാത്രമല്ല അങ്ങനത്തെ ഭാഷ യൂസ് ചെയ്യുമ്പോഴത്തേന് അമ്മയ്ക്ക് ഇല്ലിറ്ററേറ്റ് ആണെന്നുള്ള നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അതിൽ എക്സാമ്പിളാണ് എയിംസ് ബി നോ ക്രിസ്റ്റൽ സ്റ്റെയർ, എയ്സ് been a climbing on, for a still going honey, I still climbing. അല്ലേ, ക്ലൈംബിംഗ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ജി ഇല്ല, ഗോയിങ് എന്ന് പറയുമ്പോൾ ജി ഇല്ല അല്ലേ. അതൊക്കെ അവരുടെ ആ ഒരു ഡയലക്റ്റിന്റെ ഭാഗമാണ് കേട്ടോ. അവരുടെ ഡയലക്ട്സിന്റെ ഭാഗമാണ് കേട്ടോ. And how does the poem effectively make the use of the familiar things as word pictures or images such as taxes, splinters, etc. അല്ലേ. അതേപോലെ തന്നെ എന്താണ് മക്കളെ, ഇതിൽ വേറെ കുറച്ച് ഇമേജുകൾ ഉണ്ട് അല്ലേ, ടാക്സും സ്പ്ലിൻറ്റേഴ്സും ഒക്കെ അല്ലേ. അതിൻ്റെ ഒരു എഫക്റ്റ് എങ്ങനെയാണ്, അതെന്താണ്, എങ്ങനെയാണ് എഫക്റ്റീവ്ലി യൂസ് ചെയ്തിട്ടുള്ളത് നോക്കുന്നുണ്ട്. ടാക്സ്, സ്പ്ലിൻറ്റേഴ്സ്, ടോൺ അപ്പ് ബോർഡ്, സ്റ്റെയർസ് എക്സെട്ര ആർ വെരി ഫെമിലിയർ ആൻഡ് കോമൺ തിങ്സ് അല്ലേ. ശരിയല്ലേ മക്കളെ, ഈ കുപ്പിച്ചില്ലും മരപ്പീസും അതേപോലെ തന്നെ സ്റ്റെയറും അല്ലേ, കൂർത്ത ആണി, മൂർച്ചുള്ള ആണി, ഇതൊക്കെ ആളുകൾക്ക് പരിചയമുള്ള സാധാരണക്കാർക്ക് അറിയാവുന്ന വസ്തുക്കളാണ് അല്ലേ. സോ ദർ യൂസ് മേക്സ് ദ ഐഡിയ ഓഫ് ദ പോം മോർ ക്ലിയർ. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും, ഈ ഐഡിയ, ഈ പോം ഒന്നും കൂടെ ക്ലിയർ ചെയ്യും, സാധാരണക്കാർക്ക് ഇത് പെട്ടെന്ന് അങ്ങ് കത്തും അല്ലേ. ആൻഡ് ദ ടാക്സ് സ്പ്ലിൻറ്റേഴ്സ് ദ ബോട്ട് ടോൺ അപ്പ് ഷീ എക്സ്പ്രസ് അപ്പ് ഹിൽ ബാറ്റിൽ ഇൻ ദ ലൈഫ് ഇൻ എ ഡിസ്ക്രിപ്റ്റീവ് ടോൺ അല്ലേ. അവരുടെ ബുദ്ധിമുട്ടുകൾ, അവർ കയറി പോന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കാണിക്കാനാണ് ഈ ഒരു വേർഡുകളൊക്കെ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ദ റീഡർ ക്യാൻ ക്രിയേറ്റ് എ വിഷ്വൽ സർക്കംസ്റ്റാൻസസ് ടു വാട്ട് ദ മദർ മേ ഹാവ് എൻഡ്യൂർ ഓവർ ഹർ ലൈഫ് അല്ലേ. നമ്മുടെ ഓതർക്ക്, റൈറ്റർക്ക് നമുക്കൊരു വിഷ്വൽ എഫക്റ്റ് കാണിച്ചു തരാൻ ഈ ഒരു ഇമേജുകളൊക്കെ യൂസ് ചെയ്തത് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ദ ഇമേജിനറി യൂസർ അലൗസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ദ മദേഴ്സ് പെർസിസ്റ്റൻസ് ടു സക്സീഡ് ത്രൂ ദ ലൈഫ് ബൈ നോട്ട് ഗിവിംഗ് അപ്പ് അല്ലേ. ഇതെല്ലാം എന്തിനു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, ഇമാജിനുകളൊക്കെ യൂസ് ചെയ്തതിലൂടെ. അമ്മയുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു, എന്നിരുന്നാൽ പോലും അവരുടെ സ്ഥിരോത്സാഹവും അവരുടെ പെർസിസ്റ്റൻസ് സ്വഭാവമൊക്കെ കൊണ്ട് അവർ ഗിവ് അപ്പ് ചെയ്യാതെ ജീവിതം പൊരുതി മുന്നോട്ട് പോയി എന്നുള്ളത് നമുക്കിതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ആക്ടിവിറ്റി 3 ആണ്. ദ പോം ഇസ് ദ ഫോം ഓഫ് ദ അഡ്വൈസ് ഗിവൻ ബൈ ദ മദർ ടു സൺ അല്ലേ. ഈ ഒരു പോം ഒരു അഡ്വൈസ് രൂപത്തിലുള്ളതാണ്. ഹാവ് യു ക്രോസ് ദ സിമിലർ പോംസ് ഇൻ മദർ ലാംഗ്വേജ് അല്ലേ. നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ഇങ്ങനെ ഉപദേശം കൊടുക്കുന്ന കവിതകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? കൺസിഡർ ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ എമിനന്റ് മലയാളം പോയറ്റ് ദ കടമനിട്ട് രാമകൃഷ്ണൻ നായർ പോയം കോയി അല്ലേ. കോയി എന്ന് പറയുന്ന കവിതയുടെ ഒരു രാമകൃഷ്ണൻ്റെ ഒരു പോം കൂടെ കൊടുത്തിട്ടുണ്ട്. അഡ്വൈസ് പോം എന്നൊന്നും നമുക്ക് നോക്കാം. കണ്ണ് വേണം ഇരുപുറം എപ്പോഴും, കണ്ണ് വേണം മുകളിലും താഴെയും, കണ്ണിലെ പോയും കത്തിജ്വലിക്കും, ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ് അല്ലേ. എന്താണ് അണയാത്ത കണ്ണ് അല്ലേ. ഇതൊരു ഉപദേശം തന്നെയല്ലേ മക്കളെ. നോക്കാം. വർക്ക് ഔട്ട് ദ തെമാറ്റിക് പാരൽസ് ബിറ്റ്വീൻ ദ 2 poems ആൻഡ് പ്രസന്റ് യു ഐഡിയാസ് ബിഫോർ ദ ക്ലാസ് അല്ലേ. ഈ 2 പോമും നമ്മൾ പഠിച്ച പോമും ഇപ്പോൾ കണ്ട കോയി എന്ന് പറയുന്ന പോമിലെ തമ്മിലൊന്ന് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ തീം കേട്ടോ. In both poems, the message is the same. Life is not always so smooth, so be careful. 2 പോമിലും പറയുന്നത് എന്താണ്, ലൈഫ് അത്ര വലിയ സ്മൂത്ത് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, അതുകൊണ്ട് നമ്മൾ എന്താവണം, കെയർഫുൾ ആവണം. ഡു നോട്ട് റൺ അവേ ഫ്രം ദ റിയാലിറ്റീസ് ഓഫ് ലൈഫ്, ഫേസ് ദം ബോൾഡ്ലി. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യവുമായിട്ട് നിങ്ങൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെടരുത്, അതിനോട് നിങ്ങൾ ബോൾഡായിട്ട് നിന്ന് പൊരുതണം. സെയിം തീം ഈസ് ഡിഫോൾട്ട് വിത്ത് ദ പോം ദ മദർ ആൻഡ് സൺ. ദ മദർ അഡ്വൈസ് ഹർ സൺ ദാറ്റ് ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് ദ റോസസ് അല്ലേ. റോസുകൾ നിറഞ്ഞൊരു ബെഡല്ല എന്നാണ് അമ്മ മകന് ഉപദേശം കൊടുക്കുന്നത്. ഹി വിൽ ഫേസ് മെനി അഡ്വേഴ്സിറ്റീസ് ഓഫ് ലൈഫ് ഓൺ വിച്ച് ഇസ് മസ്റ്റ് ഓവർകം ആൻഡ് കീപ് ഗോയിങ് അല്ലേ. അവർ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഓവർടേക്ക് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അവരിപ്പോഴും തന്നെ എന്താണ്, ഇപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. In the poem, Koi, the mother hen advises her chicken that should be alert to the possible danger അല്ലേ. കോയി എന്ന് പറയുന്ന കവിതയിൽ അമ്മ കോയി മക്കളെ കോഴിക്കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മക്കളെ, കോഴി കുഞ്ഞുങ്ങൾക്ക് എന്താ പറഞ്ഞു കൊടുക്കുന്നത്, എപ്പോഴും ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ. എപ്പോൾ വേണമെങ്കിലും ഡേഞ്ചറായിട്ടുള്ള സാഹചര്യങ്ങൾ കുറുക്കനോ പരുന്തോ കാക്കയൊക്കെ വന്ന് കൊണ്ടുപോകും. സോ എന്ത് വേണം, ചുറ്റുപാടും കണ്ണു വേണമെന്ന് പറഞ്ഞുള്ള വമ്പൻ ഉപദേശമാണ് കേട്ടോ ഇവിടെ നമ്മുടെ അമ്മ ചിക്കൻസിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി വരുന്നത്. ചാപ്റ്റർ വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ അതിൽ ആ മെയിൻ മെറ്റാഫറായിട്ടുള്ള ക്രിസ്റ്റൽ സ്റ്റെയർ എന്താണെന്നുള്ളതൊന്ന് പഠിക്കുക. അതുപോലെ അമ്മയുടെ സ്റ്റെയർ ക്രിസ്റ്റൽ സ്റ്റെയർ പോലെ അല്ല എന്ന് പറയുമ്പോൾ അമ്മയുടെ സ്റ്റെയർ പിന്നെ എന്താണെന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ടാക്സും സ്പ്ലിൻറ്റേഴ്സും ഒക്കെ നിറഞ്ഞത്, അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് പഠിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിൽ കാര്യമായിട്ട് വരുന്ന ഭാഗം കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.